الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിച്ച് ഇരു ലോകത്തും വിജയം കൈവരിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത അത്ഭുതകരമായ ചില കാഴ്ചകളെ കുറിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചയിലെ ഖുതുബകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആ ഹദീസിന്റെ ബാക്കി ഭാഗം എന്നുള്ള നിലയിൽ 1-2 കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. 1, 2, 3 കാഴ്ചകൾ കഴിഞ്ഞ 2 ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചു. 4-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ഫൻതലഖ്നാ അലാ നഹ്രിൻ മിൻ ദം, രക്തത്തിന്റെ ഒരു പുഴ. ആ രക്തപ്പുഴയിൽ റജുലുൻ സാബിഹുൻ യസ്ബഹു,
ഒരു മനുഷ്യൻ അങ്ങനെ നീന്തി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കണ്ണിലും മൂക്കിലും വായിലുമെല്ലാം രക്തം കടന്നു കയറുന്ന രീതിയിൽ ചോരപ്പുഴയിൽ നീന്തുന്ന ഒരു മനുഷ്യൻ. വഅലാ ശത്തിൻ നഹർ, ആ പുഴയുടെ ഓരത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. ഇൻദഹു ഹിജാറത്തുൻ കസീറ, അയാളുടെ അടുക്കൽ കുറെ ചരൽക്കല്ലുകളുണ്ട്, പാറക്കല്ലുകളുണ്ട്. ഈ മനുഷ്യൻ ആ പുഴ താണ്ടി നീന്തി കരപറ്റുവാൻ വേണ്ടി ശ്രമിച്ച് ചെല്ലുമ്പോൾ പിളർന്നു നിൽക്കുന്ന വായിലേക്ക് കരയിൽ നിൽക്കുന്ന വ്യക്തി പാറക്കല്ല് വെച്ച് എറിഞ്ഞ് ഓടിക്കുമെന്നാണ്. അങ്ങനെ നീന്തി രക്ഷപ്പെടുവാൻ നോക്കുമ്പോൾ കല്ലെറിഞ്ഞ് അയാൾക്ക് റമർ റജുലു ബിഹജരിൻ ഫീ ഫീഹി ഫറദ്ദഹു ഹൈതു കാൻ, അയാളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് അയാൾ പോകും. അങ്ങനെ ആ കാലമത്രയും ചോരപ്പുഴയിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കുറ്റം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അയാൾ പലിശ ഇടപാടുകൾ നടത്തിയ ആളാണ്. അഥവാ മനുഷ്യന്മാരുടെ ചോര ഊറ്റിക്കുടിക്കുവാൻ അവർ ദുനിയാവിൽ വെച്ച് തയ്യാറായപ്പോൾ ഹലാലും ഹറാമും നോക്കാതെയുള്ള ഇടപാടുകൾ നടത്തിയപ്പോൾ പടച്ച റബ്ബ് അതിന് തത്തുല്യമായ ഒരു ശിക്ഷ അയാളുടെ മരണത്തിന് ശേഷം ബർസഖി ലോകത്ത് ഒരുക്കിയതാണ് എന്നാണ് പണ്ഡിതന്മാർ അതിന്റെ യുക്തി വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്. ലിഅന്നഹു യംതസ്സു ദിമാഅൽ ഫുഖറാഇ ഫിദ് ദുനിയ, പാവപ്പെട്ടവന്റെ ചോര ഊറ്റിക്കുടിക്കുവാൻ അവർ തയ്യാറായപ്പോൾ ആ ചോരപ്പുഴയിൽ തന്നെ അയാൾക്ക് അല്ലാഹു കഴിയുവാനുള്ള അവസരം നൽകിയെന്നാണ്. സഹോദരങ്ങൾ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് പല രൂപങ്ങളിൽ, പല പേരുകളിൽ പലിശയുടെ വിവിധ രീതി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാറുണ്ട്. പല ആളുകളും ലോണുകളായിട്ടും ഇൻസ്റ്റാൾമെന്റുകളായിട്ടും ഒക്കെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലൂടെ സമീപിക്കുമ്പോൾ 0% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പലിശയില്ല എന്ന വ്യാജേന, എന്നാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുകയുടെ അവസാനം നോക്കുമ്പോൾ അതിൽ കൂടുതൽ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞവർ വാങ്ങിച്ചിട്ടുണ്ടാകും. 10,000 രൂപ എടുത്ത ആൾക്ക് 10,100 തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ അത് തന്നെയാണ് പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അതൊരു കോമൺ സിസ്റ്റമായി മാറി എല്ലാവർക്കും പരസ്യമായി അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നു, യാതൊരു ഭയപ്പാടുമില്ലാതെ. ബിസിനസിനെ സംബന്ധിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മൂലധനം എവിടെ കിട്ടും? ബാങ്ക് ഉണ്ടല്ലോ, ലക്ഷങ്ങൾ വേണമെങ്കിൽ നമ്മെ സഹായിക്കുമല്ലോ, ലോൺ കിട്ടുമല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരു വാഹനം വാങ്ങണം, അപ്പോൾ ഫസ്റ്റ് തന്നെ അവരുടെ മനസ്സിലേക്ക് അതിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അതിനൊക്കെ ഒരു ന്യായം കണ്ടെത്തുന്നത് പിശാച് അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ആരാണ് ഇപ്പോൾ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെടാത്ത ആളുകൾ? ഈ പറയുന്ന ഖത്തീബും ഉസ്താദും അടക്കം ബാങ്കുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പോകുന്ന ഖബറിലേക്കല്ല നിങ്ങൾ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും തനിച്ചായിരിക്കും നമ്മുടെ ഖബറുകളിൽ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇയാൾ അങ്ങനെ ചെയ്യുന്നില്ല, പിന്നെ എന്തായിരിക്കും ചെയ്താൽ എന്ന രീതി ദീനിന്റെ വിഷയത്തിൽ നമുക്ക് അഭിലഷണീയമല്ല. അവർ പറയുന്നതും ചെയ്യുന്നതും വൈരുദ്ധ്യമാണെങ്കിൽ അവരും പടച്ചിറപ്പുമായിക്കൊള്ളും. അവർ തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തോന്നിവാസത്തിലൂടെ നടക്കുവാനുള്ള ലൈസൻസ് ആയാലും കാണേണ്ടതില്ല. പടച്ചറബിന്റെ വിചാരണയെ നമ്മൾ സമീപിക്കേണ്ടത്, നേരിടേണ്ടി വരുന്നത് തനിച്ചായിരിക്കും. ഓരോരുത്തരും തനിച്ചായിരിക്കും പടച്ചറബിന്റെ അടുക്കിലേക്ക് വരിക. വിചാരണയെ നേരിടുവാൻ വേണ്ടി ആരും കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ, അതിന്റെ പാപഭാരം കുറച്ച് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആരും വരികയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇജ്തനിബൂ അസ്സബ്അൽ മൂബിഖാത്ത്, വിനാശകാരികളായ 7 വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് എണ്ണിപ്പഠിപ്പിച്ച കൂട്ടത്തിൽ ശിർക്കുണ്ട്, മനുഷ്യരെ കൊന്നുകളയുന്ന രീതിയുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് വഅക്ല റിബ, പലിശയുമായിട്ടുള്ള ഡീലുകൾ. പലിശ മുതൽ തിന്നുന്നത് മാത്രമല്ല കൊടുക്കുന്നതും അതിന് സാക്ഷി നിൽക്കുന്നതും അതുമായി ബന്ധപ്പെടുന്നതെല്ലാം ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ നിയമത്തിൽ മുൻകാലങ്ങളിലും അള്ളാഹ് അയച്ച പ്രവാചകന്മാരൊക്കെ ഇത് നിഷിദ്ധമാണ്, പാടില്ല എന്ന് പഠിപ്പിച്ചവരായിട്ടാണ് പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജൂതന്മാരെ സംബന്ധിച്ച്, ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ
അവരുടെ ദോഷ്യവശങ്ങൾ, അവരുടെ വ്യതിയാനങ്ങളെ സംബന്ധിച്ച് ഉണർത്തിയപ്പോൾ ഖുർആൻ സൂറത്തുൻ നിസായിലെ 161-ാമത്തെ ആയത്തിൽ പ്രത്യേകം പറഞ്ഞു, പലിശ അവരോട് വിലക്കപ്പെട്ടിരുന്നു എന്നിരിക്കെ അവർ പലിശ വാങ്ങുകയും ചെയ്തു എന്നുള്ളത് അവരുടെ പാതകമായി, തിന്മയായി ഖുർആൻ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് കേവലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളോട് പ്രത്യേകം പറഞ്ഞു കൊടുത്ത സംഗതിയല്ല, അള്ളാഹുവിന്റെ ദീനിൽ കാലാകാലങ്ങളായിട്ടുള്ള നിയമമാണ്. അതേപോലെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്ത് പലിശയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് വരുന്ന പതനത്തെ സംബന്ധിച്ച് തുടർന്നുള്ള ആയത്തുകളിലൊക്കെ അള്ളാഹു അതിന്റെ ഗൗരവത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹദീസിൽ നമ്മൾ കേട്ടത് ചോരപ്പുഴയിലൂടെ നീന്തി തുടിക്കുന്ന ഒരവസ്ഥയാണ് ബർസഖി ജീവിതത്തിൽ അവർക്കുള്ളതെങ്കിൽ പരലോകത്തവർ വരുന്ന രംഗമാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞത്, അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധയേറ്റ് ഭ്രാന്തനെ പോലെ മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥ. ഈ രൂപത്തിലായിരിക്കും അത്തരം ആളുകൾ പലിശയുടെ മുതലുമായി ഇടപാട് ചെയ്യുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് ഖുർആൻ പറയുകയാണ്. ذَلِكَ بِأَنَّهُمْ قَالُوا إِنَّمَا الْبَيْعُ مِثْلُ الرِّبَا. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ആ മോശമായ അവസ്ഥ, ദുരവസ്ഥ വരുവാനുള്ള കാരണം? അവർ ദുനിയാവിൽ വെച്ച് പറഞ്ഞു, പലിശ നിഷിദ്ധമാണ് എന്നെങ്ങനെ പറയാൻ സാധിക്കും? കച്ചവടം അനുവദനീയമാണെങ്കിൽ അതുപോലെ തന്നെയല്ല പലിശ. കച്ചവടത്തിൽ നമ്മൾ പൈസ ഇറക്കുന്നു, അതിന് ലാഭം നമ്മൾ വാങ്ങുന്നു. 10,000 രൂപ നമ്മൾ ഇറക്കി ബിസിനസ് ചെയ്താൽ 10,000 തന്നെയാണ് റിട്ടേൺ ഉള്ളതെങ്കിൽ നമ്മൾ ആരെങ്കിലും ബിസിനസ് ചെയ്യോ? ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ തന്നെ 10,000 രൂപ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് 10,000-ഓ 10 ലക്ഷമോ നമ്മൾ കൊടുക്കുന്നു. അതിൽ നിന്ന് 11 ലക്ഷം തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഛേദം, എന്താണ് നീതികേട് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ഒരൊറ്റ മറുപടിയെ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹ് പറഞ്ഞത് വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹുവിനെ അംഗീകരിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ കച്ചവടം അനുവദിച്ചു തന്നിരിക്കുന്നു, പലിശ പടച്ച റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫമൻ ജാഅഹു മൗഇളത്തുൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സതുപദേശം ആർക്കെങ്കിലും വന്നു കിട്ടിയിട്ട് ഫൻതഹാ ഫലഹു മാ സലഫ വഅംറുഹു ഇലല്ലാഹ്, എന്നിട്ട് അതിൽ നിന്ന് അയാൾ വിരമിക്കുവാൻ, പിന്മാറുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയതെല്ലാം അയാളുടെ കഴിഞ്ഞു, അത് അള്ളാഹുവിന്റെ പക്കലാണ്. വമൻ ആദ, ഇനി ആരെങ്കിലും അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഉലൈക അസ്ഹാബുൻ നാർ, അവരാണ് നരകത്തിന്റെ വക്താക്കൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും. ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത 276-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, നിങ്ങൾ അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ എത്ര തന്നെയുണ്ടെങ്കിലും, ലക്ഷങ്ങളും കോടികളും നിങ്ങളുടെ കൈകളിൽ വന്നാലും ബറക്കത്തില്ലാത്ത സമ്പാദ്യമായിരിക്കും. യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, അല്ലാഹു ദാനധർമ്മങ്ങളെ പരിപോഷിപ്പിക്കും. ദുനിയാവിലും ആഖിറത്തിലും ദാനം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് വർധനവുണ്ട്, ഐശ്വര്യമുണ്ട്, അവരുടെ മനസ്സിനും അതിൻ്റെതായ നന്മയുണ്ട്. എന്നാൽ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഇടപാടുകളിൽ ബറക്കത്ത് അല്ലാഹു ക്ഷയിപ്പിച്ചു കളയും. അതുകൊണ്ട് വദറൂ മാ ബഖിയ മിനർ റിബ, പലിശ ഇനത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടേച്ച് കളയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. 279-ാമത്തെ ആയത്തിൽ തുടർന്ന് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്, ഫഇൻ ലം തഫ്അലൂ, നിങ്ങൾ അത് ചെയ്യാൻ ഒരുക്കമല്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്നാണ്. എത്രമാത്രം ഗൗരവത്തിലാണ് എന്നറിയോ? അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങിക്കോ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യുഖാലു യൗമൽ ഖിയാമത്തി ലിആകിലി റിബ, പലിശ തിന്നുകൊണ്ട് ജീവിച്ച ആളുകളോട് ഖിയാമത്ത് നാളിൽ അള്ളാഹു പറയും, ഖുദ് ബിസിലാഹിക് ലിർഹർബ്, റബ്ബുമായിട്ട് യുദ്ധം ചെയ്യാൻ നിനക്ക് പറ്റിയ ആയുധങ്ങളൊക്കെയുണ്ടെങ്കിൽ നീ ശേഖരിച്ചോ എന്ന് പറഞ്ഞ് അയാളെ ശിക്ഷിക്കുവാൻ അള്ളാഹു തയ്യാറാകുന്ന രംഗം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും അപകടമാണ് എന്ന് മനസ്സിലാക്കി, നഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ്, പടച്ചറബിന്റെ കോപമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി, ഖബറിലും പരലോകത്തും അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭയപ്പാടോടുകൂടി അതിനോട് നോ പറയുവാൻ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ, നമുക്ക് ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാകും.
ലഅനല്ലാഹു ആകില റിബ വമൂകിലഹു വശാഹിദൈഹി വകാതിബഹു. പലിശയുമായി ബന്ധപ്പെട്ട് അത് വാങ്ങി തിന്നുന്ന ആളുകൾ മാത്രമല്ല അള്ളാഹു ശപിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമാക്കി പറഞ്ഞത്, മറിച്ച് തിന്നുന്നവരും തീറ്റിക്കുന്നവരും അതിന് സാക്ഷി നിൽക്കുന്നവരും അതിന്റെ ഇടപാടുകൾ എഴുതി വെക്കുന്നവരും എല്ലാം അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും ചെറിയ തിന്മയെ സംബന്ധിച്ച് പറഞ്ഞത്, പലിശയുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ തിന്മയുടെ ഗൗരവം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. നഊദു ബില്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപാട് നമുക്ക് എങ്ങനെ തൃപ്തിപ്പെടുവാൻ സാധിക്കും വിശ്വാസികൾ എന്നുള്ള നിലയിൽ? അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളോടും മാക്സിമം പരമാവധി അതിലേക്ക് പോകാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ നമ്മൾ പരിശ്രമിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹുവേ, എന്റെ ഹലാലുകൾ കൊണ്ട് എന്റെ കാര്യങ്ങൾ നീ നിറവേറ്റി തരണം. ഹലാലുകൾ വിട്ട് ഹറാമിലേക്ക് പോകാത്ത വിധത്തിൽ എന്റെ കാര്യങ്ങളൊക്കെ നടക്കണം. എനിക്ക് വാഹനം വേണം, വീട് വേണം, മക്കളെ കെട്ടിക്കണം, മക്കളെ പഠിപ്പിക്കണം, എല്ലാം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഹറാമുകളിലേക്ക് പോകാതെ ഹലാലുകളിലൂടെ തന്നെ റബ്ബേ എന്റെ കാര്യങ്ങൾ നീ നിറവേറ്റി തരണേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ആ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹു എളുപ്പമാക്കി തരും എന്നാണ്. അഞ്ചാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഹദീസിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഫൻതലഖനാ അലാ റജുലിൻ കരീഹിൽ മർആത്ത്. വിരൂപമായ, ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു രൂപത്തിലുള്ള ഭീകരമായ വിരൂപമായ ഒരു രൂപമുള്ള മനുഷ്യന്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. കഅക്റഹിമാ അൻ തറാഇൻ റജുല. നിങ്ങൾക്ക് കോലപ്പെടുത്തുവാൻ നിങ്ങൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരവും ഏറ്റവും വിരൂപവുമായ ഒരു മനുഷ്യൻ. ആരാണത്? വഇദാ ഇൻദഹു നാറുൻ യഹുഷുഹാ വയസ്ആ ഹൗലഹാ. അയാളുടെ അടുക്കലുള്ള തീ കൂട്ടിയിട്ട് ആടി കത്തിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ചുറ്റിലും അയാൾ നടക്കുന്നുണ്ട്. കരുണയുടെ യാതൊരു ലവലേശം പോലും തീണ്ടിയിട്ടില്ലാത്ത, കനിവും ദയയുമില്ലാത്ത, പടച്ച റബ്ബ് ശിക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പടച്ച അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടികളായ ചില മലക്കുകളെ സംബന്ധിച്ചാണ് ആ രംഗം എന്ന ഹദീസിൽ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. നരകത്തെ കാക്കുന്ന മലക്കുകളുടെ നേതാവായ മാലിക് റളിയല്ലാഹു അൻഹു, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്. പടച്ച റബ്ബ് നരകത്തിന് കാവലായി സൃഷ്ടിച്ച അള്ളാഹു എന്ത് പറയുന്നുവോ അത് നടപ്പിലാക്കുവാൻ വേണ്ടി. അപ്പൊ അവിടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മയുടെയും സൗന്ദര്യത്തിന്റെയും ദൃശ്യങ്ങളോ അനുഭവങ്ങളോ അല്ല അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും യാതൊരു കനിവും കരുണയും അത്തരം ആളുകളോട് കാണിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സൂറത്തു തഹ്രീമിലെ 66-ാം അധ്യായത്തിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പ്രത്യേകം ഉണർത്തുകയാണ്: യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ള അടിമകളെ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെയും നിങ്ങളുടെ കുടുംബത്തിന്റെ നഫ്സുകളെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. കാരണം വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കേവലം വിറകുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ധനങ്ങളോ അല്ല, മറിച്ച് മനുഷ്യന്മാരെയും പാറക്കല്ലുകളെയുമാണ് അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ശക്തന്മാരും പരുക്ക സ്വഭാവികളുമായ മലക്കുകൾ അതിന് കാവൽക്കാരായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അള്ളാഹ് അവരോട് എന്ത് കൽപ്പിക്കുന്നുവോ അതിന് തിരിച്ചൊന്നും മറുത്ത് ചെയ്യാതെ ധിക്കരിക്കാതെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മലായിക്കത്തുകൾ. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിക്കപ്പെടുന്നതൊക്കെ അവർ ചെയ്യും. അങ്ങനെയുള്ള മലക്കുകൾ. അവിടെ രക്ഷപ്പെടുവാൻ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ, നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട്, നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ഒരു സെക്കൻഡ് നമുക്ക് സാധിച്ചാൽ, അത് പിന്നെ ആകട്ടെ ഒരു 2 പേജ് ഖുർആൻ ഓതാൻ നമുക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ സമയം കിട്ടിയാൽ, അവസരമൊത്തു വന്നാൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് പിന്നത്തേക്ക് എന്ന രീതിയിൽ നമ്മൾ നീക്കി വെക്കല്ലേ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു: യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, ഏ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ
അൻഖിദി നഫ്സകി മിനന്നാർ, മോളെ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് ആലോചിച്ച് നന്മകൾ കൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പണികൾ ഇവിടെ അള്ളാഹു ആയുസ് നൽകുന്ന അത്രയും നമ്മൾ ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ അന്നാർ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നരകത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നു. ഫഅശാഹ ബിവജ്ഹിഹി ഫതഅവദ മിൻഹാ, നരകത്തിന്റെ ഭയാനകത പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനന്നാർ, ആ നരകത്തിൽ നിന്ന് പടച്ചറബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ثم ذكر النار فأشاح بوجهه فتعوذ منها, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ പറ്റി പറഞ്ഞപ്പോൾ മുഖം തിരിച്ച് അതിന്റെ ഗൗരവം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചു, കാവലിനെ തേടി. ثم قال, എന്നിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിനോട്, ഇത്തഖുൻ നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴം മൊത്തമായി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന്റെ ഒരു ചീന്തുകൊണ്ടെങ്കിലും അത് സ്വതക്ക ചെയ്ത് ദാനധർമ്മത്തിലൂടെ ആ നരകത്തിന്റെ ഭയാനകതകളെ നിങ്ങൾ തടുക്കണം, സൂക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി കൊടുക്കാൻ ഒന്നുമില്ലെങ്കിലോ ഫമൻ ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, നല്ല വാക്കുകൊണ്ട് നല്ല സംസാരം കൊണ്ട് നിങ്ങൾ നരകത്തിന് മീതെ ഒരു മതിൽക്കെട്ട്, ഒരു മറയുണ്ടാക്കണം, അതിൽ കടന്നു പോകാതിരിക്കാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടൊരു രംഗം ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ലൊരു കാഴ്ചയാണ്. നല്ല പച്ച പിടിച്ചൊരു തോട്ടം, ഒരു നല്ല വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീളമുള്ള ഒരു മനുഷ്യൻ, സുന്ദരനായ ഒരു മനുഷ്യൻ. വഹൗല റജുലി വിൽദാൻ, അയാളുടെ ചുറ്റും സുന്ദരരായ സുമുഖരായ കുറെ മക്കളുണ്ട്. മാ റഅയ്തു വിൽദാനൻ ഖത്തു അക്സറ മിൻഹും, അതിനേക്കാൾ കുട്ടികൾ കൂട്ടം ചേർന്ന് സംഘടിച്ച ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം തോന്നുന്ന സൗന്ദര്യത്തിന്റെയും ആഹ്ലാദത്തിന്റെയും പ്രതീകങ്ങളായ മക്കൾ, അവരുടെ നേതാവായ അവരുടെ കൂട്ടത്തിൽ ഒരു പ്രായം ചെന്ന വളരെയധികം നീളമുള്ള ഒരു മനുഷ്യൻ. വഅമ്മർ റജുലു തവീൽ അല്ലദീ ഫിർ റൗള, ആ തോട്ടത്തിൽ പ്രവാചകരെ താങ്കൾ കണ്ട ആ നീളമുള്ള മനുഷ്യൻ ഫഇന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അദ്ദേഹം. വഅമ്മൽ വിൽദാനു അല്ലദീന ഹൗലഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചുറ്റിലും കണ്ട ആ മക്കൾ, ആ കുട്ടികൾ, അവർ ഫകുല്ലു മൗലൂദിൻ മാത അലൽ ഫിത്ര, ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയ മക്കളാണവർ. ഖീല, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഔലാദുൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളായ ആളുകളുടെ മക്കളും ആ കൂട്ടത്തിലുണ്ടോ? ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഔലാദുൽ മുശ്രിക്കീൻ, വാപ്പയും ഉമ്മയും ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ആ മക്കൾ ചെറുപ്രായത്തിൽ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുമുണ്ട് ആ കൂട്ടത്തിൽ. കാരണം ലിഅന്നഹു മാതു അലൽ ഫിത്ര, അല്ലാഹ് സൃഷ്ടിച്ച കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത് പാപക്കറകളില്ലാത്ത ശുദ്ധ പ്രകൃതിയിലാണ്. ആ പ്രകൃതത്തോടുകൂടി മരിച്ചവരൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചുറ്റിലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. കാരണം മക്കളില്ലാതെ ദീർഘനാൾ ക്ഷമയോടെ കാത്തിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ കിട്ടിയ ശേഷവും ആ മക്കളെ കൊണ്ട് പരീക്ഷണങ്ങൾ അള്ളാഹു നടത്തിയപ്പോൾ പരീക്ഷണങ്ങളെ അതിജയിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, പടച്ച റബ്ബ് പകരം നൽകുന്നത് ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകൾ, മക്കളെ കിട്ടിയിട്ട് ചെറുപ്പത്തിലെ മക്കൾ മരണപ്പെട്ടു പോയതിന്റെ പേരിൽ വ്യസനിക്കുന്ന സങ്കടപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആരും നിരാശപ്പെടേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ തന്നെ വാക്കായി ഖുർആൻ പറയുന്നു, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലൽ ളാല്ലൂൻ, വഴിപിഴവിൽ പെട്ടുപോയ, ലലാലത്തിൽ പെട്ടുപോയ ആളുകളല്ലാതെ ആരാണ് തന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ ആശയറ്റു പോവുക, നിരാശപ്പെട്ടു പോവുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രായമേറെ ചെന്നിട്ടും മക്കളില്ലാത്തതിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പരാതിയോ പരിഭവമോ പറഞ്ഞില്ല. കുട്ടിയെ ചോദിച്ചു, ദുആ ചെയ്തു.
ആ കുട്ടിയെ കിട്ടിയപ്പോൾ വീണ്ടും പരീക്ഷണങ്ങൾ വന്നപ്പോഴും മക്കളുടെ വിഷയത്തിൽ ഉത്തമമായ മാതൃകയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചതിന്റെ ഫലമായി കുറെ മക്കളോടൊത്ത് കഴിയുവാനുള്ള അവസ്ഥയാണ് അള്ളാഹു ബർസഖി ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല മാതൃകകൾ പഠിച്ച് മനസ്സിലാക്കി മരണത്തിന് ശേഷം ഖബർ എന്നുള്ളൊരു ലോകമുണ്ട്. ആ ലോകത്ത് നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആൻ പറഞ്ഞു തന്ന നന്മയും വിശ്വാസവും നമ്മൾ സ്വീകരിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് തിന്മകളിൽ നിന്ന് പരമാവധി അകന്ന് പടച്ചറബിനോട് ആ ബർസഖി ലോകത്തെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു ദുനിയാവിലും നാളെ ഖബറിലും പരലോകത്തും നമുക്കൊക്കെയും നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ വിശദീകരിക്കുന്ന ഏഴാമത്തെ ഒരു രംഗം കൂടിയുണ്ട്. പിന്നെയും യാത്ര തുടർന്നു. മറ്റൊരു തോട്ടത്തിൽ ഫൻതലഖ്നാ ഫൻതഹൈനാ ഇലാ റൗളത്തിൻ അളീമ, വലിയൊരു തോട്ടത്തിലേക്ക്, ഭയങ്കരമായ ഒരു തോട്ടത്തിലേക്ക് ഞങ്ങളെത്തി. അകത്ത് കടന്നു നോക്കുമ്പോൾ അവിടെ സുന്ദരമായൊരു വീടുണ്ട്. സ്വർണ്ണക്കട്ടകളും വെള്ളിയുടെ കട്ടകളുമാണ് ഇഷ്ടികയായി അതിന്റെ മതിൽക്കെട്ടകളാക്കി പടുത്തുയർത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു വീട്ടിൽ, മനോഹരമായ വീട്, ഫീഹാ റിജാലുൻ ശുയൂഖുൻ വശബാബുൻ വനിസാഉൻ വസിബിയാൻ, എല്ലാവരുമുണ്ട്. ആബാലവൃദ്ധം ജനങ്ങളും എന്ന് പറയാവുന്ന രീതിയിൽ പ്രായമായവരും യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാവരും അടങ്ങുന്ന ആ വീടിന്റെ അകത്ത് നിന്ന് സന്തോഷത്തിന്റെ വർത്തമാനങ്ങളാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഞങ്ങൾ കയറിപ്പോയപ്പോൾ അവിടെ കുറെ ആളുകൾ കണ്ടു. അവരുടെ പകുതി ഭാഗം സൗന്ദര്യം തുളുമ്പുന്ന രീതിയിലാണെങ്കിൽ പകുതി ഭാഗം വിരൂപമായ ആളുകളാണ് അവരെ അവിടെ കാണുന്നത്. ആദ്യം കണ്ടത് നന്മകൾ ചെയ്ത് സത്യവിശ്വാസം സ്വീകരിച്ച മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളാണെങ്കിൽ, രണ്ടാമത് കണ്ട വിഭാഗം വഅമ്മൽ ഖൗമുൽ ലദീന കാനൂ ശത്റും മിൻഹും ഹസന, ഭാഗികമായി പകുതി ഭാഗം സൗന്ദര്യമുള്ള നല്ല കാണാൻ കൊള്ളാവുന്ന കോലത്തിലുള്ള ആളുകൾ, വശത്റുൻ ഖബീഹ, വേറെ ബാക്കി പകുതി ഭാഗമാകട്ടെ വിരൂപമായി ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത, നോക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ മോശമായ കാഴ്ച, മോശമായ അവസ്ഥ. ആരാണവർ? ഫഇന്നഹും ഖൗമുൻ ഖലതു അമലൻ സ്വാലിഹ വആഖറ സയ്യിഅ, അവർ നന്മ ചെയ്യും കുറച്ചൊക്കെ, പിന്നെ തിന്മയും ചെയ്യും. ഇങ്ങനെ നന്മയും തിന്മയും കൂട്ടിക്കലർത്തി ചെയ്ത ആളുകൾ. അങ്ങനെ ആദ്യം പറഞ്ഞ ആളുകളോ, മനുഷ്യ സഹജമായ തിന്മകൾ സംഭവിച്ചാൽ തന്നെ അതിനെ പരിഹരിക്കുവാനും പൊറുക്കുവാനുമായി ഇസ്ലാം പഠിപ്പിച്ച തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്ത് നന്മകൾക്ക് എപ്പോഴും കരുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇവർ നന്മയെ ഗൗരവത്തിലെടുക്കുകയോ തിന്മയുടെ ഭീകരതയും ഭയാനകതയും ഗൗരവമായി കാണുകയോ ചെയ്യാത്തത് കൊണ്ട് എല്ലാം ചെയ്യും. അങ്ങനെ നന്മയും തിന്മയും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ പടച്ചറബിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് തജാവസല്ലാഹു അൻഹും, ഇവർക്ക് അല്ലാഹു മാപ്പ് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നന്മയും തിന്മയും ഒരേപോലെ വരുമ്പോൾ പടച്ചറബിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് അവർ രക്ഷപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫുസ് സാലിഹീങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ഉപദേശം നമ്മൾ നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട സംഗതിയാണ്. ദുനിയാവിൽ വെച്ച് തന്നെ നന്മകൾക്ക് ചില നല്ല ഫലങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും, അതേപോലെ തിന്മകൾക്കും. ഇന്നലിൽ ഹസനതി ലനൂറൻ ഫിൽ വജ്ഹ്, നന്മ ചെയ്യുന്ന ആളുകളാണോ, നമസ്കരിക്കുന്ന, സദഖ ചെയ്യുന്ന, ദിക്റുകളും ദുആകളും നടത്തുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന നന്മയുടെ വക്താക്കളാണെങ്കിൽ അവരുടെ മുഖത്തൊരു മുഖകാന്തി ഉണ്ടാകും, ഒരു പ്രകാശമുണ്ടാകും. വളിയാഅൻ ഫിൽ ഖൽബ്, അവരുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകും, തെളിച്ചമുണ്ടാകും.
വഖുവ്വതൻ ഫിൽ ബദൻ, അവരുടെ ശരീരത്തിന് ശാരീരികമായ ഒരു കരുത്തും ശക്തിയും അല്ലാഹു നൽകും. വസഅതൻ ഫിർ റിസ്ഖ്, അവർ ബന്ധപ്പെടുന്ന മേഖലയിൽ റിസ്ക് തേടി പോകുമ്പോൾ അവിടെ ഒരു വിശാലതയും എളുപ്പവും അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, അത്ര ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യന്മാരുടെ മനസ്സിൽ നല്ല മതിപ്പും ഇഷ്ടവുമായിരിക്കും. ഇത് നന്മയുടെ ഒരു സൽഫലമായി നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ തിന്മകൾക്ക് നേരെ തിരിച്ചും ചില റിസൾട്ടുകളുണ്ട്, ചില എഫക്റ്റുകളുണ്ട് എന്നാണ്. ലാ സവാദൻ ഫിൽ വജ്ഹി, മുഖത്ത് കരുവാളിച്ച ഇരുണ്ട കാണാൻ താല്പര്യമില്ലാത്ത നന്മയും വെളിച്ചവുമില്ലാത്ത മുഖമായിരിക്കും. വളുൽമതൻ ഫിൽ ഖൽബ്, തിന്മയുടെ വക്താക്കളുടെ ഹൃദയം കടുത്തതും അതേപോലെ കൂരിരുട്ട് നിറഞ്ഞതുമായിരിക്കും. വവഹ്നം ഫിൽ ബദൻ, ശാരീരികമായി നന്മകൾ ചെയ്യാൻ അവൾ തളർന്നു പോകുന്നവരുമായിരിക്കും. വളീഖൻ ഫിർ റിസ്ഖ്, ഹലാലായ മാർഗത്തിലൂടെ റിസ്ക് കണ്ടെത്തുവാൻ അവർക്ക് പ്രയാസമായിരിക്കും. വബുഗ്ളതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, ഇങ്ങനെ അല്ലാഹു പറഞ്ഞത് അംഗീകരിക്കാത്ത, ദീനിനെ പരിഗണിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ നല്ല മനുഷ്യന്മാർ ദുനിയാവിൽ ജീവിക്കുന്നുവെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ ഇത്തരം ആളുകളോട് വെറുപ്പും ദേഷ്യവുമായിരിക്കുമെന്നാണ്. തിന്മകളുടെ അനന്തരഫലം ദുനിയാവിൽ തന്നെ കാണാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബികൾ, അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളൊക്കെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തിന്മകൾ ചെയ്യുവാൻ എത്ര അനുകൂലമായ സാഹചര്യം നമുക്ക് കിട്ടിയാലും ഈമാനിന്റെ കരുത്തുകൊണ്ട് അതിനെ അതിജയിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം ക്ഷമ അല്ലെങ്കിൽ സഹനം എന്ന് പറയുമ്പോൾ സബർ എന്നതിന് ഇസ്ലാമിക ലോകത്തെ വിശദീകരണം ഹബ്സുൻ നഫ്സി അമ്മാ യക്റഹുല്ലാ, അല്ലാഹ് വെറുക്കുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് തടഞ്ഞ് പിടിച്ചു നിർത്തുക എന്നതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. അതിൽ 2-3 തലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അസ്സബ്റു അൻ മഅസിയത്തില്ലാ, അല്ലാഹ് വിലക്കിയ തിന്മകളിലേക്ക് മനസ്സ് ചെയ്യ് എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ആ മനസ്സിനെ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ക്ഷമയുടെ ഏറ്റവും വലിയ പദവി നിങ്ങൾ കൈവരിച്ചു എന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തെ സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോൾ സഹിച്ചതിനേക്കാൾ വലിയ സഹനം രാജാവിന്റെ വീട്ടിൽ, അസീസിന്റെ വീട്ടിൽ കഴിയുമ്പോൾ ചെറുപ്പക്കാരനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭാര്യ സുലൈഹ, രാജാവിന്റെ ഭാര്യ സുലൈഹ അവിഹിതത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെ അതിനോട് നോ പറയുവാൻ കാണിച്ച മനക്കരുത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വത്തെയും പദവിയെയും ഉയർത്തുന്ന സംഗതിയാണ് എന്നാണ്. ചെറുപ്പം എന്ന് പറഞ്ഞാൽ രക്തത്തിളപ്പുള്ള ഒരു പ്രായം, സ്വന്തം നാടല്ല, ആരും പരിചയമുള്ള ആളുകളില്ല. ഒരു പെണ്ണ് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട്, മആദല്ലാ, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ ക്ഷമയുടെയും ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും ഏറ്റവും നല്ല പാഠമായി ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ആ രീതിയിൽ തിന്മകളോട് നോ പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മുഖത്ത് ഈമാനിന്റെ പ്രസരിപ്പുണ്ടാകും, ശരീരത്തിന് ഈമാനികമായ കരുത്തും ശക്തിയും ഉണ്ടാകും നന്മകൾ ചെയ്യാൻ. ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണത്തിനും ഒന്നും ഒരു മടിയില്ലാതെ നമുക്ക് കൂടുതൽ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള ശേഷി അല്ലാഹു നൽകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ, തിന്മകളായി ഇസ്ലാം ഉണർത്തിയ എല്ലാറ്റിൽ നിന്നും പരമാവധി അകന്ന് നന്മകളായി ഇസ്ലാം പഠിപ്പിച്ച എല്ലാം തൗഹീദും ഈമാനും തവക്കുലും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ആദർശമായി സ്വീകരിച്ച് ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായും ആ ശിക്ഷകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അള്ളാഹു ഒരുക്കിയ നന്മയും സുഖങ്ങളും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അള്ളാഹുവെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നമസ്കാരത്തിന്റെ അവസാനത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. ആ ഖബർ ശിക്ഷ സത്യമാണ് എന്ന് മനസ്സിലാക്കി ഭയാനകതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മുടെ സഹോദരൻ റഫീഖ് സാഹിബിന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ രോഗികളായി കഴിയുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫയും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.